നമസ്കാരം. ഹിരണ്യവർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറേ കാലത്തിന് ശേഷം ആദ്യം എടുക്കുന്നതാണ്. ഇന്നിപ്പോൾ അമ്പലത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ ഡാലസ് അവിടെ വിഷു സെലിബ്രേഷനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, മോളുണ്ട്, മോളുടെ ഡ്രസ്സ് മാറിയിട്ടില്ല, മേക്കപ്പ് മാത്രമായിട്ടുള്ളൂ. വൈകുന്നേരമാണ്. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം 12:35. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഇനിയുണ്ട് കുറച്ചും കൂടി മുടി കെട്ടാനും പരിപാടി. പക്ഷെ എന്നാലും ഒരു അതൊക്കെ കഴിഞ്ഞു. കുട്ടിയുടെ പണികളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എടുക്കണം വിചാരിച്ചാണ്, പക്ഷേ തിരക്ക് കാരണം ഒക്കെ മറന്നുപോയി. അപ്പോൾ ഹസ്ബൻഡ് ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ അവളെ മേക്കപ്പ് ചെയ്യിക്കാൻ തുടങ്ങണത്. പിന്നൊക്കെ ചടപടാന്നായിരുന്നു. ഒന്നിനും നേരം കിട്ടിയില്ല. അപ്പം എന്തായാലും ഇനിയുള്ളത് എടുക്കാൻ നോക്കാം. അപ്പോൾ വിഷുസദ്യയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്. ഇത് മോളുടെ ഡാൻസാണ്. ഞാൻ എന്താ പറയുക, പാട്ടുകളൊന്നും ഇടില്ല, വോയിസ് ഓവർ ചെയ്യുക, ഇനി കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവേണ്ട വെച്ചിട്ട്. ഇത് ഞങ്ങളുടെ ഡാൻസ്. അപ്പോൾ ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്തു. നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഇത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ സൗണ്ട് കുറയ്ക്കാൻ വെച്ചപ്പോൾ 11:15 കണ്ടേ, 11:20 കണ്ടേ. ഞാൻ അവിടെ കണി ഒരുക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ ഇട്ടിട്ട് വിളക്ക് കത്തിക്കേ വേണ്ടു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കേക്ക് ഉണ്ടോ വിചാരിക്കണം, കാരണം എല്ലാവരും ഉറങ്ങി. അപ്പം ഇങ്ങനെയാണ് കണി ഒരുക്കിയേക്കുന്നത്. അതെ, രാവിലെ ഇത് മുഴുവൻ കത്തിച്ചിട്ട് കണി കാണിക്കും. കാണാൻ പറ്റുമോ അറിയില്ല. ആക്ച്വലി വിഷുക്കണി വെക്കാനൊരു ഉഷാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ മിനിമൽ ആയിട്ടുള്ള സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ, കുട്ടികൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കാലം ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നപ്പോൾ, കാരണം അമ്മ പോയി ഞങ്ങളുടെ. അപ്പോൾ അതിൻ്റെ ഒന്ന് റിക്കവർ ചെയ്ത് വരണം വെച്ചാൽ ആയി 1 വർഷമാവണു അടുത്ത മാസത്തേക്ക്, അടുത്ത മാസം. എന്നാലും അതൊരു എന്താ പറയുക, എനിവേ. അപ്പോൾ അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഉഷാറുണ്ടായതിനൊന്നും ചെയ്യാനായിട്ട്. ഞങ്ങൾ ആഘോഷിക്കണമൊന്നുമില്ല. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഓക്കെ വേണം, ഹസ്ബൻഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ വീക്കെൻഡിൽ ഒരു സദ്യ പോലെ അങ്ങനെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിലുണ്ടായിരുന്നു ഓൾറെഡി വിഷു, അതുകൊണ്ട് പിന്നെ അങ്ങനെ പോട്ടെ വിചാരിച്ചു. അല്ലാണ്ട് അതെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷു. ഞാൻ നോക്കട്ടെ, മറ്റേ ഇവിടെ അമ്പലത്തിൽ പോയപ്പോഴത് ഞാൻ അത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എല്ലാം കൂടിയിട്ടൊരു ചെറിയൊരു കുഞ്ഞൊരു മിക്കതും ഒരു 7 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വീഡിയോ എടുക്കാം. പിന്നെ അമ്പലത്തിൽ നിന്ന് അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇന്നത്തെ. കാരണം ഇന്നാണ് ഇവിടെ അമേരിക്കയിലെ വിഷു, 14-ാം തീയതിയാണ് അമേരിക്കയിലത്തെ വിഷു. അപ്പോൾ അതിപ്പോൾ അമ്പലത്തിലുള്ള ഡ്യൂട്ടി ഉണ്ടെന്ന്, അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു കുട്ടി വിഷു വീഡിയോ ആക്കാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. അവിടെ ഇരിക്കുന്ന ഈ മുകളിലത്തതും പിന്നെ അവിടെ ഇരിക്കുന്ന വലുതും താഴെ ഉണ്ടായിരുന്നു. ആ ചെറുതാണ് മുകളിലുണ്ടായിരുന്നത്. ഹസ്ബൻഡ് അത് മാറ്റി. ഇവിടുന്ന് അങ്ങോട്ട് ഹസ്ബൻഡ് അടുത്താണ്. ഞാൻ നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന്. അപ്പോൾ എടുത്തതാണ് ഇത് മുഴുവൻ. എന്തായാലും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ചെറുതാണ്, പറഞ്ഞ പോലെ വിഷു കഴിഞ്ഞിട്ടാണ് ഇടുന്നത്, എന്നാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ. ഹലോ, ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവായിരുന്നു. വിഷു കഴിഞ്ഞിട്ട് കാലമല്ല, കുറച്ച് ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്താ പറയുക, വീക്കെൻഡ് സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞിതാണ്, അധികമൊന്നുമില്ല, കണ്ടില്ലേ. അപ്പോൾ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്, അധികമൊന്നും എടുത്തില്ല. പിന്നെ പറഞ്ഞ പോലെ ഒരു വിഷുവിന് ഒരു വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു വർഷം ഒരു എന്താ പറയുക, പലരും പറയും 1 വർഷത്തേക്കൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഇതാക്കണ്ട എന്നൊക്കെ പറയും. പക്ഷേ 1 വർഷം കഴിഞ്ഞാലും നമ്മുടെ സങ്കടം മാറില്ലല്ലോ. അതിപ്പോൾ അതിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. പലരും അതിനെതിരുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയണം, നമ്മളൊരു
ഇത് കൂടെ ഗ്രീവിങ് അല്ലെങ്കിൽ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു വർഷം കൊണ്ടൊന്നും തീരില്ല. അപ്പോൾ അപ്പോൾ ഒരു വർഷത്തേക്കൊന്നും ചെയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഡാൻസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഒരു വർഷം അങ്ങനെ ചെയ്തെടുത്ത് അങ്ങനെ കഴിഞ്ഞാൽ അതിനോടും എനിക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ താല്പര്യം എന്നല്ല, അതിനോട് ഞാൻ യോജിക്കണില്ല. അപ്പോൾ പക്ഷേ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് ആക്കുമ്പോൾ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാണ്ടാ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ കണി കാണാനില്ല, കണി കണ്ടു പക്ഷെ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ. അപ്പോൾ അതിപ്പോൾ ഇനിയുള്ള വരും കാലങ്ങളിലും പറഞ്ഞ പോലെ ചെയ്യാൻ തോന്നിയില്ല. കുട്ടികൾക്കും ഹസ്ബൻഡിന് വേണ്ടി ചെയ്യാമെന്നല്ലാണ്ട് നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമല്ല. അപ്പോൾ എനിവേ, അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഞാനിപ്പോൾ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റായിട്ടുള്ളതൊക്കെ പറയുമെങ്കിലും ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അപ്പം ഇനി അടുത്ത ഇത് എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഏതാണ് പറ്റണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ